ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് റിവീൽ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ചിലപ്പോൾ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതെന്തായാലും നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, സഹകരിച്ച് മുന്നോട്ട് തന്നെ എല്ലാവരും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് വെച്ചാൽ ഒരു ലവ് റിലേഷൻഷിപ്പ് റീഡിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫീലിങ്സ്, പിന്നെ നിങ്ങളുടെ ബന്ധം ഒരുമിച്ച് മുന്നോട്ട് പോകുമോ എന്നാണ് നമ്മളിത് നോക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കാർഡ് റിവീൽ ചെയ്യാം. ഇവിടെ സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഫീലിങ്സ് നോക്കിയപ്പോൾ ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് തന്നെ കണ്ടോ, ഒരു വെള്ള കളറിലെ ഒരു പ്രാവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ കപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അതായത് നിങ്ങളുടെ സ്നേഹം, സന്തോഷം എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു എന്നാണ്. നിങ്ങളുടെ പാർട്ട്ണറോടുള്ള സ്നേഹവും സന്തോഷവും എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് സണ്ണാണ്. സണ്ണെന്ന് പറയുന്നത് നമ്മുടെ ടാരോ ഡെക്കിലെ തന്നെ ഏറ്റവും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞൊരു കാർഡ് തന്നെയാണ്. സണ്ണ് കണ്ടോ, ഇങ്ങനെ ഉദിച്ചുയർന്നു വരികയാണ്. അതായത് നിങ്ങളോടുള്ള അവരുടെ സ്നേഹവും അങ്ങനെ തന്നെ ജ്വലിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞിട്ടുള്ള പൂക്കളെല്ലാം, സൺഫ്ലവർ എല്ലാം സണ്ണിനെ നോക്കി ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പോസിറ്റിവിറ്റിയാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടും ഭയങ്കര സ്നേഹമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണമെന്ന് തന്നെയാണ് അവരും കാണുന്നത്. കുതിര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുമോ എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നോക്ക്, അത് നമുക്ക് ഡെത്താണ് കിട്ടിയിരിക്കുന്നത്. പൊതുവെ ഡെത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷേ ഇതൊരു ശാരീരികമായിട്ടുള്ളൊരു മരണമല്ലേ സൂചിപ്പിക്കുന്നത്. ഡെത്ത് എന്ന് പറഞ്ഞ കാർഡ് ഒരു പോസിറ്റീവ് കാർഡ് തന്നെയാണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരിവർത്തനമാണ്. അതായത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടായിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം. നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഫീലിങ്സ്, അതെല്ലാം മാറിയിട്ട് മുന്നോട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ പോകുമെന്നാണ് ഈ കാർഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇത് നോക്ക്, നിങ്ങൾ ഈ കുതിരപ്പുറത്തിരുന്ന് നിങ്ങൾ കുതിര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബന്ധം സന്തോഷവും സമാധാനവും നിറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഡെത്ത് കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.